ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആസ്തെറ്റിക് മാസൻട്രി. കുറച്ചും കൂടെ ഈസി ആയിരിക്കും നമുക്ക് ഫോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനെ നമുക്കൊരു ഒരു ഷേപ്പ് കിട്ടും. അപ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള സ്പേസിലും കൂടെ നമുക്ക് എന്ത് ചെയ്യണം, ഈ ഷീറ്റ് ഇതേ മെത്തേഡിൽ മടക്കി ഇതുപോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതെല്ലാം അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ സെലോ ടേപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചുറ്റിയെടുക്കുക, ബാക്കിയുള്ളത് കട്ട് ചെയ്ത് മാറ്റുക. കട്ട് ചെയ്ത് മാറ്റുമ്പോഴത്തേക്കും നമുക്ക് ആദ്യത്തെ ഒരു ലെയർ ചെയ്യുമ്പോൾ ഇങ്ങനെ ഇരിക്കും. ഇനി വീണ്ടും ഇതുപോലത്തെ ലെയേഴ്സ് അറ്റാച്ച് ചെയ്ത് ഈ ഫുള്ള് ബൊക്ക നമ്മൾ ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു ലുക്ക് മാറുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുക, എത്ര ഷീറ്റ് വേണമെന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ 2 ഷീറ്റാണ് ഞാനിതിൽ വെച്ച് കൊടുക്കുന്നത്. സെൻറ്റർ കട്ട് ചെയ്തിട്ടുണ്ട്. സെൻറ്റർ കട്ട് ചെയ്തിട്ട് അടുത്ത ഷീറ്റ് വെക്കുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ വെച്ച ഷീറ്റിൻ്റെ ആ കോർണർ വരുന്നില്ലേ, ആ ഫ്ലവർ പോലെ വരുന്നതിൻ്റെ ഇടയ്ക്ക് വരത്തക്ക രീതിക്ക് വേണം അടുത്ത ഷീറ്റ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാൻ. ആ വീഡിയോയിൽ കാണുന്നത് പോലെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ബോറാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ 2x മോഡിലിട്ട് കാണുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് സ്പീഡിൽ കണ്ട് തീർക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ എത്ര ലെയേഴ്സ് വെക്കുമ്പോഴാണ് നിങ്ങൾക്ക് കൊള്ളാം എന്ന് തോന്നുന്നത് അത്രയും ലെയേഴ്സ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ 2 ലെയേഴ്സ് കൊടുത്തിട്ടുണ്ട്. 2 ലെയേഴ്സ് കൊടുത്തപ്പോഴത്തേക്കും അത്യാവശ്യം ഒരു ഫ്ലെയർ കിട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മുടെ ആ ഒരു ലുക്ക് നോക്കിയിട്ട് നമുക്ക് കൂടുതൽ ലെയേഴ്സ് ഇതേപോലെ തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഇതുപോലെ തന്നെ ഫോൾഡ് ചെയ്തിട്ട് വീണ്ടും ഇങ്ങനെ തന്നെ വെച്ച് ക്ലിപ്പ് ചെയ്യുക മീൻസ് നമ്മുടെ സെലോ ടേപ്പ് വെച്ച് റാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലോട്ട് ഫെയറി ലൈറ്റ്സ് കൊടുക്കാം. അപ്പോൾ ഞാനൊരു ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു ബൊക്കെയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിങ്ങനത്തെ ഫെയറി ലൈറ്റ്സ് ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. 5 മീറ്റർ എന്തോ ആണ്. അപ്പോൾ അതെടുക്കുക. അതിനെ ഇതുപോലെ കുരുക്കിളക്കി എടുത്തിട്ട് നമ്മുടെ ബൊക്കയിലോട്ട് ചുറ്റി കൊടുക്കുക. ഇപ്പോൾ ഞാനത് അതായത് ഇതുപോലെ കാണത്തക്ക രീതിക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ് കൊള്ളാമോ എന്നറിയാൻ വേണ്ടിയിട്ട്. ഞാൻ വെച്ച് കൊടുത്തിട്ടില്ല. ലൈറ്റ്സിനെ ഞാൻ അതിനകത്ത് ചുറ്റി തന്നെ വെച്ച് ജസ്റ്റ് ഒന്ന് നോക്കിയതാണ്. ഇനി നമുക്ക് നമ്മുടെ ലൈറ്റ് അതിലോട്ട് ഫിക്സ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഫെയറി ലൈറ്റ്സിനെ ഇതുപോലെ റോൾ ചെയ്തെടുത്തിട്ട് നമുക്ക് അതിനകത്തോട്ട് ഒരു ഫ്ലവറിൻ്റെ, അതായത് ശരിക്കും സെൻറ്ററിൽ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ ഞാനൊരു സൈഡിലോട്ട് വെച്ച് കൊടുക്കുകയാണ്. ഒരു സൈഡ് വഴി സെൻറ്ററിൽ കിട്ടത്തക്ക രീതിക്ക് ഞാൻ കുറച്ചൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമ്മുടെ ഏതെങ്കിലും ഒരു ലെയറിൻ്റെ അവിടെ കൂടിയിട്ട് ഈ ഒരു സ്ട്രിപ്പിനെ പുറത്തോട്ടെടുത്ത് നമ്മുടെ ആ ഹാൻഡ്, അതായത് പിടിക്കാനുള്ള ആ ഒരു പോർഷനില്ലേ, അവിടോട്ട് കൊണ്ടുവന്നിട്ട് ഒരു 2 or 3 ചുറ്റ് കൊടുക്കുക. ചുറ്റ് കൊടുത്ത് ഈ ബാറ്ററി നമ്മൾ അവിടെയാണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഓൺ ഓഫ് ചെയ്യാനുള്ള ഒരു ചെറിയ ഗ്യാപ്പ് വിട്ടിട്ട് ബാക്കി ഫുള്ള് കവർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതുപോലൊരു ബാറ്ററി വെച്ചിട്ടുണ്ടെന്ന് നമുക്ക് തോന്നത്തില്ല. ആ ഒരു രീതിക്ക് നമുക്ക് ഈ ഫെയറി ലൈറ്റ്സ് ചുറ്റും വെച്ച് കൊടുത്ത് ആ ഒരു ലൈറ്റ് വരത്തക്ക രീതിക്ക് മാക്സിമം നമുക്ക് ആ ഒരു പറ്റുന്ന രീതിക്ക് നമുക്ക് ഇതിനകത്തൂടെ ഓരോ ലെയറിലായിട്ട് നമ്മുടെ ഈ സ്ട്രിങ്ങിനെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലൈറ്റ്സൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ എൻഡിൽ നമുക്കിപ്പോൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ ചെയ്യണ്ട. അപ്പോൾ ഗ്രീൻ ടേപ്പ് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ബാക്കിയുള്ള എക്സസ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. കാരണം നമുക്ക് അത്രയും ലെങ്ത്തിൻ്റെ ആവശ്യമില്ല അതുകൊണ്ട്. അപ്പോൾ ഗ്രീൻ ടേപ്പ് നമ്മൾ ആ സ്റ്റിക്ക് ഫുള്ളായിട്ട് ചുറ്റി കൊടുക്കുക. ഞാനിവിടെ കട്ടിംഗ് പ്ലെയർ വെച്ചിട്ടാണ് അതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്ത് കളയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ലെങ്ത്തിൻ്റെ ആവശ്യമേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് ഈ ലൈറ്റിൻ്റെ ആ ബാറ്ററി നമുക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണമല്ലോ, അതിന് ഞാനിവിടെ സെലോ ടേപ്പാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്കും നല്ല രീതിക്ക് ടൈറ്റായിട്ട് വലിച്ച് മുറുക്കി വേണം ഈ സെലോ ടേപ്പ് നമ്മൾ
ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് നല്ല സ്റ്റിഫായിട്ടിരിക്കും. ഇനി നമുക്ക് ഇതൊന്ന് മറയ്ക്കണമല്ലോ, മറച്ചിട്ട് വേറൊരു ലുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് തന്നെ നമുക്ക് മടക്കി ഇതിൻ്റെ ചുറ്റും ഇങ്ങനെ വെച്ച് റാപ്പ് ചെയ്തിട്ട് സെല്ലോ ടേപ്പ് തന്നെ യൂസ് ചെയ്ത് ചുറ്റി കൊടുക്കാം. അങ്ങനെ 2-3 ഷീറ്റ്സ് വെച്ച് ഇതേപോലെ ചുറ്റി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആ ഒരു പേപ്പർ വെച്ചിട്ട് ചുറ്റി കൊടുക്കുക. എന്നിട്ട് ഈ പേപ്പറിനെ കുറച്ചൊന്ന് വിടർത്തി കൊടുക്കുമ്പോൾ അത് നല്ല രീതിക്ക് ഇങ്ങനെ വിടർന്നിരിക്കും, ഒതുങ്ങിയിരിക്കത്തില്ല, നല്ല രീതിക്ക് ഇത് വിടർന്നിരിക്കും. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു വർക്ക് കഴിഞ്ഞു. ഇതിന് നമുക്കിനി കത്തിച്ച് നോക്കണം, കത്തിക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ. അങ്ങനെ കത്തിച്ച് നോക്കുക. ഇനി വീണ്ടും ഇതിൻ്റെ പേപ്പർ നമ്മൾ ചോക്ലേറ്റ് വെച്ചിട്ടാണ് നമ്മുടെ അടുത്ത വർക്ക് എന്ന് പറയുന്നത്. ചോക്ലേറ്റ് ബൊക്കെയാണ്. നിങ്ങൾക്ക് ചോക്ലേറ്റ് കാണുമ്പോൾ തന്നെ മനസ്സിലായില്ലേ, ചോക്ലേറ്റ് ബൊക്കെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിനും നമുക്ക് വേണ്ട ഒരു സാധനമാണ് നമ്മുടെ ഈ ബാംബൂ സ്റ്റിക്ക് എന്ന് പറയുന്നത്. ബാംബൂ സ്റ്റിക്കും വേണം, നമ്മുടെ ഈ ഡബിൾ സൈഡ് ടേപ്പ് വേണം. ഡബിൾ സൈഡ് ടേപ്പാണ് നമ്മൾ നമ്മുടെ ചോക്ലേറ്റ്സിൻ്റെ അകത്തേക്ക് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ, അതായത് നമ്മുടെ ടൂത്ത് പിക്കല്ല, ബാംബൂ സ്റ്റിക്ക് വെച്ച് നമ്മുടെ ഈ ഒരു ഡബിൾ സൈഡ് ടേപ്പും കൂടെ നമ്മൾ അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. ഇതിന് പകരം നിങ്ങൾക്ക് ഗ്ലൂ ഗണ്ണും കൂടെ യൂസ് ചെയ്യാവുന്നതാണ്. അത് കുറച്ചും കൂടെ സെക്യൂർ ആയിട്ടിരിക്കും. ഇത് നമുക്ക് സ്വീറ്റിനെ ഇളക്കിയെടുക്കാൻ പറ്റും, അങ്ങനെ ഒരു ഓപ്ഷനുണ്ട്. അപ്പോൾ ആദ്യത്തെ ഒരു ലെയർ ഞാനിങ്ങനെ ജസ്റ്റ് വെച്ച് നോക്കുകയാണ് ഏത് കോമ്പിനേഷനായിരിക്കും കൊള്ളാമെന്ന്. അപ്പോൾ എപ്പോഴും നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും അങ്ങനെ വെച്ച് നോക്കുക ഏതായിരിക്കും കൊള്ളാം എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് വെച്ചപ്പോൾ ഇഷ്ടപ്പെട്ടത് ഗാലക്സിയാണ്. അപ്പോൾ ഞാൻ ഗാലക്സിയും കിക്കറ്റും കൂടെയിട്ടാണ് ഈ ഒരു ബൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ബൊക്കെ പേപ്പർ എടുക്കുക, 2ആയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെ ഫോൾഡ് ചെയ്തെടുക്കുക. നമുക്ക് ഇഷ്ടമുള്ള പാറ്റേണിൽ നമുക്ക് ഫോൾഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 ഡബിൾ സൈഡിനെയും നമ്മൾ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ പേപ്പറിൽ വെക്കുന്നതിനെക്കാട്ടിലും ഒരു തെർമോക്കോളോ അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തന്നില്ലേ ഒരു ഗ്രീൻ സ്പോഞ്ച്, അതോ എടുത്തിട്ട് ഇതുപോലെ ചോക്ലേറ്റ്സ് അതിലോട്ട് കുത്തി വെച്ച് കൊടുക്കുക. അതാണ് കുറച്ചും കൂടെ ബെറ്റർ ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നി. എന്നിട്ട് വീണ്ടും ഞാൻ ഇങ്ങനെ പ്ലീറ്റ് ചെയ്തിട്ട് ആ തെർമോക്കോളിലോട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അത് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്ത് ഇതുപോലെ മടക്കിയിട്ട് ഞാൻ ഇതുപോലെ സെല്ലോ ടേപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ബൊക്കയുടെ ഫൈനൽ ഒരു ലുക്കെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നമുക്ക് വീട്ടിൽ തന്നെ ഒരു ബിസിനസ് ചെയ്യണമെന്നുള്ളവർ ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മുടെ സെക്കൻഡ് ബൊക്കെ. ഇനി നമുക്ക് നെക്സ്റ്റ് ബൊക്കെ കാണാം. അപ്പോൾ ഞാനിവിടെ ഒരു ഫ്ലവർ ബൊക്കെയാണ് ഉണ്ടാക്കുന്നത്. ഫ്ലവർ ബൊക്കയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ നമ്മുടെ സ്റ്റിക്സ് നമ്മുടെ ഫ്ലവറിൽ ഇങ്ങനെ അറ്റാച്ച് ചെയ്തെടുത്തതിന് ശേഷം അതിലോട്ട് നമ്മുടെ ഗ്രീൻ ടേപ്പ് നമ്മൾ ചുറ്റി കൊടുക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ഗ്രീൻ ടേപ്പ് ചുറ്റിക്കൊടുത്ത് വെക്കുക. ഇനി നമ്മൾ ഇതുപോലെ തെർമോക്കോൾ എടുത്തതിന് ശേഷം ആദ്യം ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ഏത് കളറാണോ വേണ്ടത് ആ കളറ് ഇതുപോലെ നല്ല രീതിക്ക് നമ്മുടെ തെർമോക്കോളിലോട്ട് ഇറക്കി വെച്ച് കൊടുക്കണം. എന്നിട്ട് നെക്സ്റ്റ് കളറും അതിന് അനുസരിച്ച്, ഇപ്പം ആദ്യത്തെ ഒരു ലെയർ നമ്മൾ 5 എണ്ണമാണ് വെക്കുന്നതെങ്കിൽ അടുത്ത ലെയർ 4 എണ്ണം വെക്കണം. അങ്ങനെ ഒരു കളർ പാറ്റേണിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ആദ്യത്തെ ഒരു ലെയറിൽ ഞാനൊരു 5 കളറാണ് വെച്ച് കൊടുക്കുന്നത്. രണ്ടാമത്തെ ലെയറിൽ വീണ്ടും ഞാനൊരു 4 കളറാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു യൂസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇനിയിപ്പം എക്സ്ട്രാ ആഡ് ചെയ്യണമെന്നുണ്ടായിരുന്നാലും നമുക്ക് സൈഡിൽ കൂടെ ഈ തെർമോക്കോളിൽ അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ആ ഒരു രീതിക്കാണ് ഞാനിവിടെ ചെയ്യുന്നത്. അപ്പോൾ ഞാനൊരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ലാവൻഡർ റെഡ് അല്ല, ലൈറ്റ് ഒരു ഓറഞ്ച് റെഡ് എന്നൊക്കെ പറയാം, ആ ഒരു കളറും 2 ഷെയ്ഡിലുള്ള ബ്ലൂ, സ്കൈ ബ്ലൂവും ഡാർക്ക് ബ്ലൂ ആണ് ഞാൻ വെക്കുന്നത്. സ്കൈ ബ്ലൂ, ഡാർക്ക് ബ്ലൂ, വയലറ്റ്. ഇനി നമ്മൾ പേപ്പറൊക്കെ നേരത്തെ മടക്കിയ പാറ്റേൺ ആണ്, ആ ഒരു പാറ്റേണിൽ മടക്കുക. ഇത് കുറച്ച് വലിയ ബൊക്കെയാണ്. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത്. എനിക്ക് ഈ ലുക്ക് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഞാൻ ഇതുപോലെ
ഇങ്ങനെ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അതൊരു ഇൻകംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് നമ്മുടെ ക്രേപ്പ് പേപ്പറിൽ ലീഫ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് ആ ലീഫിൽ നമ്മുടെ ഈ സ്റ്റിക്കിനെ ഇങ്ങനെ അതായത് കുറച്ച് കട്ട് ചെയ്ത് ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മുടെ ഈ തെർമോക്കോളിലോട്ട് ഇങ്ങനെ കുത്തി വെച്ച് കൊടുക്കുമ്പോഴത്തേക്കും ആ ബൊക്കയുടെ ലുക്ക് മാറുന്നുണ്ട്. അപ്പം ഇതിനനുസരിച്ച് നിങ്ങൾക്ക് വേറെ ബൊക്കെ പേപ്പർ കളറുണ്ട് എങ്കിൽ ആ കളർ നിങ്ങൾക്ക് ഇതിലേക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളതുകൊണ്ടാണ് ഞാനിത് കൊടുത്തത്. അപ്പോൾ ഞാൻ ആദ്യം ചെയ്തതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, പക്ഷേ എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാനത് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ബൊക്കയുടെ ലുക്കെന്ന് പറയുന്നത്. നമ്മുടെ സെക്കൻഡ് ബൊക്കയുടെ ലുക്കെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഞാനത് ചേഞ്ച് ചെയ്തു, ഞാൻ ചേഞ്ച് ചെയ്ത് ആ ഒരു പാറ്റേണിലാണ് ആക്കിയത്. പിന്നെയുള്ള ബൊക്കെ എന്ന് പറഞ്ഞാൽ ഈ ലൈറ്റ് കത്തുന്ന ബൊക്കെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതാണോ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് താങ്ക് യു സോ മച്ച്.